എൻ്റെ പേര് ആൻ്റപ്പൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ മണിമല കരിമ്പനക്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ അയർക്കുന്നം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം 2022 ജൂൺ മാസം 28-ാം തീയതിയാണ്. അത് എടുക്കാനുള്ള ഉടമ്പടി എടുക്കാൻ അതിനുവേണ്ടി മാത്രം ആയിരുന്നില്ല. ഞാൻ 7 വർഷം ആയിട്ട് എനിക്ക് കരൾ രോഗമായിരുന്നു. അതിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഭാവിയിൽ ഇത് ലിവർ സിറോസിസായി മാറും എന്ന്. ഞാൻ ആദ്യം എറണാകുളം PVS ഹോസ്പിറ്റലിലും അതിനുശേഷം ലിസി ഹോസ്പിറ്റലിലും ചികിത്സ നേടി. കഴിഞ്ഞ വർഷം 2022 പ്രധാനമായ എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. 2022 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് കോവിഡ് വരികയും എനിക്ക് കോവിഡിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പിന്നീട് അത് ചുമയായി മാറി. പല ചികിത്സകളും ചെയ്തിട്ടും ചുമ മാറിയില്ല. അവസാനം എന്നെ ചികിത്സിക്കുന്ന എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അടുത്ത് ഞാൻ ഈ ചുമയുടെ കാര്യം പറഞ്ഞു. അവിടെ വെച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസായി മാറിയിരിക്കുന്നു. ഇനി കരൾ മാറ്റിവെക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇടിവെട്ടേറ്റ പോലെ നിന്ന് പോകും. അങ്ങനെ തന്നെ ഞാനും വളരെ വിഷാദമഗ്നനായി. അവസാനം മറ്റു പല മാർഗങ്ങളിലൂടെയും ഈ ഓപ്പറേഷനൊന്ന് മാറ്റിവെക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അതിന് ഞാൻ കണ്ട ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്ന പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയോടൊപ്പം ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള ഒരു ഹോമിയോപ്പതി ക്ലിനിക്കിൽ പോയി. അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഓപ്പറേഷനൊന്നും നടത്തണ്ട, നമുക്കല്ലാതെ തന്നെ മാറ്റിത്തരാമെന്ന്. ഇങ്ങനെ അവിടുത്തെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസം 28-ാം തീയതി ഞാൻ ആശുപത്രിയിൽ വന്നു, ഹോമിയോപ്പതി ക്ലിനിക്കിൽ. അവിടെ വന്നതിന് ശേഷം കൃപാസനം കണ്ടു. അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് നേരത്തെ മുതലേ കേട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരും എല്ലാവരും കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഉടമ്പടി എടുത്തു. വലിയ പ്രതീക്ഷയോടെയൊന്നും ആയിരുന്നില്ല ഉള്ളത് പറഞ്ഞാൽ. ഞാൻ ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. മാതാവിനോട് എനിക്ക് നേരത്തെ മുതലേ ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, പ്രാർത്ഥന ചെല്ലും, സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെപ്പോലെ ജീവിക്കുന്നു. എന്നാൽ ഇവിടെ വന്ന് ഇതുകൊണ്ട് പ്രത്യേക ഗുണമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, മക്കൾക്ക് ഇത് ഭയങ്കര വിശ്വാസമായിരുന്നു. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതേ രീതിയിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ, കുറേ കാലം എന്ന് പറഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞു. ഒക്ടോബർ മാസമായി. എനിക്ക് എൻ്റെ വയറിൽ വെള്ളം നിറയാൻ തുടങ്ങി. ഒരു ദിവസം ഒരു 5-8 ലിറ്റർ വെള്ളം വീതം എടുക്കാൻ തുടങ്ങി. മാസത്തിലൊന്നായിരുന്നു ആദ്യം, അതിനുശേഷം ആഴ്ചയിലൊന്ന്, പിന്നെ എല്ലാ ദിവസവും എടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്നോടല്ല എൻ്റെ ഭാര്യയോട് പറഞ്ഞു, 5 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് കാര്യം തീർച്ചയാവും. അവർ എല്ലാവരും വിഷമിച്ചു. പെട്ടെന്ന് എന്നെ ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. നിങ്ങൾ ഒരു ബോംബിൻ്റെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഈ ബോംബ് പൊട്ടാം. അതായത് ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം. 5 ദിവസത്തെ ആയുസ്സാണ് അവിടെ വെച്ച് ഡോക്ടർ എനിക്ക് തന്നത്. 5 ദിവസം, ഒക്ടോബർ 22 മുതൽ. കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചു. പക്ഷേ അത് അത്ര എളുപ്പമുള്ളതല്ല.
ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. കരൾ മാറ്റവും കിഡ്നി മാറ്റത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ഒരു 135 സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അതേ രീതിയിൽ നമുക്ക് കരൾ തരുന്ന ആളിനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ 5 ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ സാധിക്കില്ല എന്ന് ഡോക്ടർക്ക് പറയാം. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ശരിയാക്കുക എന്ന്. ആ സമയത്ത് ഞങ്ങൾ മാതാവിനെ പിന്നെ മാതാവ് മാത്രമേ ഉള്ളായിരുന്നു ആശ്രയം. 10 ദിവസം കൊണ്ട് ഞാനല്ല എൻ്റെ വീട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരായ അധ്യാപകരും എല്ലാവരും കൂടെ 10 ദിവസം കൊണ്ട് 135 സർട്ടിഫിക്കറ്റുകൾ പല പല ഓഫീസുകളിൽ നിന്ന് ശരിയാക്കി. അത് എവിടെയെല്ലാം ചെല്ലുന്നോ അവിടെല്ലാം മാതാവ് ഞങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചിരുന്നു. 100% ഉറപ്പാണ്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കുന്നു. കൊന്ത താഴെ വെക്കാതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ 10 ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റുകളെല്ലാം കിട്ടി. കൃത്യം 1 മാസം എൻ്റെ ജീവൻ മാതാവ് പിടിച്ചു നിർത്തി. ഞാൻ ഒക്ടോബർ മാസം 22-ാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റായെങ്കിൽ നവംബർ മാസം 22-ാം തീയതിയാണ് എനിക്ക് ഓപ്പറേഷൻ നടന്നത്. അത്രയും കാലഘട്ടത്തിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരെ പല സർട്ടിഫിക്കറ്റുകൾ കിട്ടേണ്ടതുണ്ടായിരുന്നു. മാനന്തവാടി SP ഓഫീസിൽ നിന്നായിരുന്നു ഒരെണ്ണം കിട്ടേണ്ടിയിരുന്നത്. പല രീതിയിൽ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെ നമുക്ക് ആളുണ്ടായി. എത്രയും പെട്ടെന്ന് 5 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് ഞങ്ങൾക്കിത് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം കിട്ടി. മറ്റ് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് 1 മാസം എടുത്തു ഇത് എൻ്റെ ഓപ്പറേഷൻ നടക്കാൻ. അതിനു മുന്നേ എനിക്ക് മാതാവിനെ എൻ്റെ സ്വപ്നത്തിൽ കാണാൻ ഇടയായ സംഭവമുണ്ടായി. മാതാവിനെ സ്വപ്നത്തിൽ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളരെ ഭീകരമായ സ്വപ്നങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരണത്തോട് അടുത്തടുത്ത് പോവുകയാണ്. ഭീകരങ്ങളായ സ്വപ്നങ്ങൾ, പൈശാചിക സ്വപ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് രോഗീലേപനം തന്നു. ദിവസവും കുർബാന കൊണ്ടുവന്ന് അവിടുത്തെ ആശുപത്രി വെച്ച് അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇതേ രീതിയിൽ ഞാൻ സ്വപ്നങ്ങൾ കാണുന്നു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയേക്കാൾ ശക്തിയേറിയവൻ നിൻ്റെ ഹൃദയത്തിലുണ്ട്, ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. ആ ദിവസം പിന്നെയും ഞാൻ സ്വപ്നം കണ്ടു. പൈശാചിക സ്വപ്നമാണ്. പക്ഷേ അവിടെ മാതാവ് ഓടി വന്ന് ഈ പൈശാചിക ശക്തിയെ ഓടിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. പിന്നെ രണ്ടാമതൊരു പ്രാവശ്യം കൂടെ ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. സ്വപ്നമാണ് അല്ലെങ്കിൽ ദർശനമാണോ എന്നെനിക്കറിയില്ല. ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്ന ഒരു ദിവസം. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. ഓപ്പറേഷൻ കഴിഞ്ഞു. ആദ്യത്തെ ദിവസം ഓപ്പറേഷൻ സക്സസ് എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി. രണ്ടാമത് ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെയാണ്, കുടുംബസമേതമാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരത്തിൽ ബോധം കെട്ട് വീണ്, വേറെ ആരുമില്ല കൂട്ടത്തിൽ. ഏതായാലും രണ്ടാമത്തെ ഓപ്പറേഷൻ വിജയകരമായിരുന്നു. അങ്ങനെ ഞാൻ വളരെ അവശനായി, ദുർബലനായി അവിടെ താമസിക്കുകയാണ്. ഒരു 3 മാസത്തോളം ആശുപത്രിക്ക് അടുത്ത് വീടെടുത്ത് താമസിക്കുകയാണ്. അങ്ങനെ വീടെടുത്ത് താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി. വേദനകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. സഹനങ്ങളുണ്ട്, ഒത്തിരി സഹനങ്ങളുണ്ട്. ആ സമയത്ത് എൻ്റെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നത്തിലല്ല ഇത്, എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതാവ് സ്വപ്നത്തിലാണോ നേരിട്ടാണോ എന്നറിയത്തില്ല, അങ്കിളേ എന്നാണ് വിളിക്കുന്നത്. അവിടെയുള്ള നേഴ്സുമാരെന്നോട് അങ്കിളേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്കിളേ വിഷമിക്കേണ്ട, എല്ലാം മാറും എന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നി, പിന്നീട് എനിക്ക് മനസ്സിലായി ഞങ്ങൾ എന്ന് പറഞ്ഞത് അമ്മയും മോനുമാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്ക് 3 മാസത്തോളം ഞാൻ അവിടെ ആശുപത്രിയിൽ കടന്നു. ആശുപത്രിയിലും തൊട്ടടുത്ത വീട്ടിലുമായിട്ട് ഞാൻ താമസിച്ചു. അതിനുശേഷം
ഞാൻ ഏതാണ്ട് സ്റ്റേബിളായപ്പോൾ എന്നെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ മുതൽ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാതാവ് എനിക്കെല്ലാം നേടിത്തന്നു. ഈ സമയത്ത് എനിക്ക് ചെയ്തു തന്നത് എൻ്റെ മാതാവും മാതാവിൻ്റെ തിരുക്കുമാരനുമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ മകള് നീറ്റ് പരീക്ഷ 2 പ്രാവശ്യം എഴുതി. അവൾക്ക് അഗ്രികൾച്ചറിന് പോകാനായിരുന്നു ആഗ്രഹം. 2 പ്രാവശ്യം എഴുതിയിട്ടും നീറ്റ് പരീക്ഷയിൽ പാസ്സായില്ല, അഡ്മിഷൻ കിട്ടിയില്ല. അവസാനം 3ാമത്തെ പ്രാവശ്യം ഈ ലോക്കറ്റ്, മാതാവിൻ്റെ ലോക്കറ്റുമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റും മറുകൈയിൽ പെനായുമായിട്ട് എഴുതി. ഒരു 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടും കുറച്ച് ഇത് എഴുതാൻ ഒത്തുള്ളൂ. ഇനി എന്ത് ചെയ്യുമെന്ന്, 100-200 മാർക്കിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യുമെന്ന് തോന്നിയപ്പോൾ ചിന്തിച്ചപ്പോൾ അവൾ പറഞ്ഞു, മനസ്സിലിരുന്ന് ഇന്നത് പൂരിപ്പിക്കൂ, ഇന്നത് കറുപ്പിച്ച് കൊടുക്കുക എന്ന് ആരോ പറയുന്നതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. ഏതായാലും ഏതാണ്ട് 500-ന് മേലെ മാർക്ക് കിട്ടി. അവളിപ്പോൾ വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ എൻ്റെ മകൻ ജന്മന അവന് സംസാര വൈകല്യമുണ്ട്. ചെറുപ്പത്തിൽ അവൻ സംസാരിക്കില്ലായിരുന്നു. അതിനുശേഷം സംസാര വൈകല്യമുണ്ട്. എൻ്റെ 3 നിയോഗങ്ങൾ, ആദ്യത്തെ 3 നിയോഗങ്ങൾ ഇത് 3ഉമായിരുന്നു. ആ സംസാര വൈകല്യം മാറണേ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. എണ്ണ ഈ നാക്കയിലും തൊണ്ടയ്ക്കുഴിയിലുമായിട്ട് ഇങ്ങനെ തേക്കുകയും നെറ്റിയിലും ആയിട്ടൊക്കെ ഇന്ന് തേച്ച് ഏതായാലും അവനിപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ചെറിയ കുഴപ്പമൊക്കെ ഉള്ളൂ. അത് ഭാവിയിൽ മാറുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി 4ാമത് എൻ്റെ ഈ നിയോഗം ഒന്നുകൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് പ്രൊമോഷനായി വേറൊരു ജില്ലയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അത് അടുത്ത ആഴ്ചയോ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ചയോ പ്രൊമോഷനാവും, ലിസ്റ്റ് വരും. വേറൊരു ജില്ലയിലേക്കും പോകരുത്, അടുത്ത് തന്നെ കിട്ടണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മാതാവ് അത് തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത്രയും ചെയ്ത മാതാവിന് അതും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാതാവിനും മാതാവിൻ്റെ തിരുക്കുമാരനും നന്ദി.